കൊറോണ പിടിച്ചുകൊണ്ടാണ് മാർക്കറ്റ് ക്രാഷ് ആയത്. എല്ലാവരും ദാറ്റ്സ് ബാഡ്. കൊറോണ ക്രാഷ് ആവാൻ കാരണം ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബോണ്ട് മാർക്കറ്റ്. ഇപ്പം നമ്മൾ സ്കാം എന്നൊരു സീരീസ് നിങ്ങൾ സോണി ലീവിലുണ്ടല്ലോ, ഹർഷത് മേത്തയെ എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂ വരാൻ കാരണം? അയാൾ ഇന്ത്യൻ മാർക്കറ്റിലെ ബോണ്ട് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആ ഒരു ഇഷ്യൂ അന്ന് ബോണ്ട് മാർക്കറ്റ് കൺട്രോൾ ചെയ്തത് സിറ്റി ബാങ്കാണ് ലോകത്ത്. അവർക്ക് ഇത് പിടിച്ചില്ല, അവരെന്ത് ചെയ്തു? മേത്തയ്ക്ക് പണി കൊടുത്തു. അതേപോലെ ബോണ്ട് മാർക്കറ്റിൽ കൊറോണയെ ഫാൾ ചെയ്തത്. നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷിനെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും വലിയ കടമയാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ബേസിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വരും? എൻ്റെ കയ്യിലുള്ള 10 ലക്ഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് ലോസ് ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിങ്ങൾ തിരിച്ചു വരണ്ടേ മാർക്കറ്റിലോട്ട്? എങ്ങനെ പറ്റും? അതുകൊണ്ട് സർവൈവൽ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ ഏതായാലും ഡാർവിൻ്റെ സിദ്ധാന്തം പഠിച്ചിട്ടില്ലേ? സർവൈവൽ LIC വിചാരിച്ചാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് LIC ഇന്ത്യയിലെ ഏറ്റവും വലിയ DI LIC എടുത്തു നോക്കുക. LIC ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ പോയി നോക്കിയാൽ ഇപ്പൊ NDA സർക്കാർ വന്നതിന് ശേഷം LICയിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫണ്ടിനെ കൂട്ടി. LIC ഇന്ത്യയിലെ പല കമ്പനികളിലും ടോപ്പ് ഇൻവെസ്റ്ററാണ് LICs. ട്രേഡിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് പഠിച്ചു, അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഹായ്, ഹലോ, ദിസ് ഇസ് ഭാവന ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മുൻ പ്രോപ്പ് ഡെസ്ക് മാനേജർ ആയിട്ടുള്ള വിഷ്ണുഗുപ്തനാണ്. അപ്പോൾ ചേട്ടാ നമസ്കാരം. വീണ്ടും ട്രേഡിങ്ങിനെ പറ്റി പറയാൻ ഇവിടെ തന്നെ എത്തിയല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ട്രേഡിംഗ് എന്നും പിന്നെ ട്രേഡിങ്ങിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മനസ്സിൽ വെക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ സീരീസിൽ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റിനകത്ത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തവണ നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ പറ്റി ഞാനും കുറച്ച് പഠിച്ചിട്ട് വന്നിട്ടുണ്ട്, ട്രേഡിംഗ് എന്താണെന്ന്. അപ്പോൾ ഈ ട്രേഡിങ്ങിനകത്ത് തന്നെ വിവിധ തരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട് എന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കി. ഇതിനകത്ത് ഏതാണ് ചേട്ടൻ ചെയ്യുന്ന ട്രേഡിംഗ്? ഞാനൊരു ഡെറിവേറ്റീവിനെ പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു പ്രോപ്പ് ഡെസ്ക്, അതെ എൻ്റെ സെയിം വർക്ക് ചെയ്ത കൺസെപ്റ്റിനെ ഞാൻ ഒരു ലോക്കലൈസ്ഡ് ആക്കി മാറ്റിയ ഒരു ട്രേഡിംഗ് സിസ്റ്റമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ട്രേഡിംഗിൽ അപ്പോൾ ലോക്കലൈസ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെയല്ല, ഞാനൊരു ലോക്കലായി മാറിയല്ലോ. വെൻ ഐ വാസ് ദേർ ഐ ആം എ FI, ഹിയർ ഞാനൊരു ലോക്കലാണല്ലോ, ഐ എം ജസ്റ്റ് എ ലോക്കൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മിനി സ്ക്യൂളിനെ ഇങ്ങോട്ട് മാറ്റി ആ രീതിക്ക് ഞാനിവിടെ ട്രേഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവരത്ര ഫണ്ട് അങ്ങനെയല്ല, ബട്ട് ആ ട്രേഡിങ്ങിനെ എൻ്റെ രീതിയിൽ അവിടെ പഠിച്ചതിനെ അപ്രോച്ച് ചെയ്ത് ഇവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡെറിവേറ്റീവ് ട്രേഡാണ്, ഒരു പ്രൊഫഷണൽ ഡെറിവേറ്റീവ് ട്രേഡ്. ഈ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഞാൻ അധികം നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള കുറേ റീൽസാണ് എനിക്ക് റെഫറൻസിനായിട്ട് കിട്ടിയത്. അപ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവാത്ത കുറേയധികം ടേംസ് ഒക്കെ പറഞ്ഞു. പിന്നെ എല്ലാത്തിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയ ഒരു വാക്ക് ക്യാൻഡിൽ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ക്യാൻഡിലിൻ്റെ പുറത്താണ് മക്കളെ. ആ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ട്രേഡിങ്ങിനകത്ത് ഈ ക്യാൻഡിൽ എന്താ? അതൊരു ടെക്നിക്കൽ അനാലിസിസ് സെറ്റപ്പാണ്. അതായത് മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസും ഒന്ന് ടെക്നിക്കൽ അനാലിസിസും. ഈ ടെക്നിക്കൽ അനാലിസിസാണ് 90% ട്രേഡേഴ്സും യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ വരുന്ന ഏറ്റവും വലിയൊരു മെത്തേഡാണ് ക്യാൻഡിൽസ്റ്റിക്. അത് വൈഡായിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ആൾക്കാർ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് മാത്രമേ അവർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ക്യാൻഡിൽസ്റ്റിക്കിനെ പുഷ് ചെയ്യുന്നു. ഞങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ടീം, ഞാനും അപ്രോച്ച് ചെയ്യുന്നത് അതല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സെറ്റപ്പായ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു 1% ട്രേഡിംഗ് കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുന്ന ട്രേഡ് സെറ്റപ്പാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാൻഡിൽസ്റ്റിക്കും ഈ മാർക്കറ്റ് പ്രൊഫൈൽ ആ ഒരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? രണ്ടും അനാലിസിസ് ടൂളാണ്. ബട്ട് ഇവിടെ നമുക്ക് എക്സ്പെൻസീവ് ആണ്, കാശ് മുടക്കണം, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം ആൾക്കാർ ഈസി ആയിട്ട് കാശ് മുടക്കാതെ കൺസ്യൂം ചെയ്യാതെ അതിലേക്ക് പോവുമോ ഇതിലോട്ട് വരുമോ? ഒരു പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ഫണ്ടിനൊരു സേഫ്റ്റി കൊടുക്കണം. നമ്മൾ ട്രേഡിങ്ങിന് സ്കിൽസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള പ്രൊഫഷണൽ അപ്രോച്ചുള്ള ട്രേഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യണം. ആണ് മാർക്കറ്റ് പ്രൊഫൈൽ. അതൊരു അമേരിക്കൻ ട്രേഡ് സെറ്റപ്പാണ്. ജപ്പാനീസ് ക്യാൻഡിൽസ്റ്റിക് എന്ന് പറയും പോലെ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന അമേരിക്കൻ ട്രേഡ് സെറ്റപ്പാണ്. സ്റ്റെഗ്ലിമേർ എന്നൊരു ഒരാൾ 1959 ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡിൽ കണ്ടുപിടിച്ച സിസ്റ്റം. അതിനെ അപ്ഗ്രേഡ് ചെയ്ത് ഡാൾട്ടൺ എന്ന് പറഞ്ഞ ഒരാൾ യൂസ് ചെയ്യുന്നു. ആ മെത്തേഡിൻ്റെ ഫൈനസ്റ്റ് വേർഷനിലാണ് ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അത് പറയാൻ പോയി കഴിഞ്ഞാൽ അത് ഡീപ്പായിട്ട് നോളജ് ഉണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റിനെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, പ്ലേലിസ്റ്റ് ഫുള്ള് കിടപ്പുണ്ട്. സോ ആ ഒരു മെത്തേഡ് അത് കുറച്ച് വൈഡ്ലി അക്സെപ്റ്റഡ് അല്ല, മോഡറേറ്റ്ലി അക്സെപ്റ്റഡ് ആണ്. എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ അത് എക്സ്പെൻസീവായിട്ട് പൈസ മുടക്കണം, ടൈം കൺസ്യൂം ചെയ്ത് പഠിക്കണമുണ്ട് ആ സിസ്റ്റം. അതാണ് ഞാൻ വർഷങ്ങളായി, ഏകദേശം ഒരു 13 വർഷത്തോളമായി ഞാൻ ആ സിസ്റ്റം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ ഐ ബിക്കേം വൺ ഓഫ് ദി ട്രേഡർ. അല്ല, ഒരു മാർക്കറ്റ് പ്രൊഫൈലിൽ ഇപ്പം ഞാൻ ഗോ ചാർട്ടിംഗ് എന്നൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ടൈപ്പ് പോയിട്ടുണ്ട്. അവരുടെ സൗത്ത് ഇന്ത്യയിലെ 2 പാനൽസിൽ ഒരാൾ ഞാനാണ്. അത് എസ്പെഷ്യലി മലയാളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഫോക്കസ് ചെയ്യുന്നത്. കാരണം അത് മാർക്കറ്റിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 71% ഒരു ആക്യുറേറ്റിയിൽ നമുക്ക് മാർക്കറ്റിനെ ജഡ്ജ് ചെയ്യാൻ പറ്റും. ജഡ്ജിങ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി അല്ല, നമ്മുടെ ഒരു
ഒരു മെത്തേഡ് ഇന്ന് ഇങ്ങനെ ഈ രീതിക്ക് പോയാൽ നമുക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ആ ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്യാഷ് കിട്ടും, അല്ലെങ്കിൽ പോയാൽ ഇത്ര രൂപയെ പോവുള്ളൂ. അങ്ങനെ ഒരു ജഡ്ജിമെന്റൽ രീതിക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ മാർക്കറ്റ് പ്രൊഫൈൽ. ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ കേട്ട വാക്ക് എന്തറിയോ, ഈ മാർക്കറ്റ് പ്രൊഫഷണലിസം, പ്രൊഫഷണലിസം എല്ലാം എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു വാക്ക് ഞാൻ കേട്ടു. ശരിക്കും ഈ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഈ മെത്തേഡ് എക്സ്പെൻസീവ് ആണോ? അല്ല, വേ ബാക്ക് ഒരു 5 years ബാക്കിൽ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ബട്ട് ഇപ്പം സ്ട്രീം ലൈൻ ചെയ്ത് പല ഗോ ചാർട്ടിംഗ് ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. അവർ വളരെ ഒരു മന്ത്ലി 1500 rupees റീചാർജ് ചെയ്യുന്ന പോലെ ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വെബ് ബേസ്ഡ് ആയി യൂസ് ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസുകൾ വരുന്നുണ്ട്. സോ അവർ അതിന് എന്തുകൊണ്ടാണ് പുതിയ പ്ലാറ്റ്ഫോംസ് വരുന്നത്? അതിലൊരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്നൊരു സാധനത്തിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കുറഞ്ഞ് ഇതിലോട്ട് ആൾക്കാർ മാറുന്നു എന്ന് കണ്ടുകൊണ്ടല്ലേ അവർ അങ്ങോട്ട് ചാടുന്നത്. അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല. ഇപ്പം എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ രീതിക്ക് അപ്രോച്ച് ചെയ്യാൻ പഠിക്കുന്നവർക്കൊക്കെ അത് അക്സെപ്റ്റബിൾ ആയ രീതിയിലുള്ള ഒരു ഫിഗർ മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഒരു വർഷം 10 ലക്ഷം രൂപ റെന്റ് ഡേറ്റയ്ക്ക് മാത്രം കൊടുത്ത വർഷങ്ങൾ എനിക്കുണ്ട്. ഇപ്പം അങ്ങനെയല്ല, കുറച്ചു. എൻ്റെ 1/3 മാത്രമേ ഇപ്പം കൊടുക്കുന്നുള്ളൂ. അപ്പം എന്തൊരു കോസ്റ്റ് എഫക്റ്റ് കുറഞ്ഞില്ലേ? അപ്പം അത് ഈ ഗോയിങ് ഫോർവേഡ് അത് മാറും. ഇന്ത്യയിൽ ട്രേഡിങ്ങിനെ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു ഫാക്ടർ കോവിഡ് അല്ലെങ്കിൽ കൊറോണ ടൈം ആണെന്ന് കേട്ടിട്ടുണ്ട്. ഈ പോസ്റ്റ് കോവിഡും പ്രീ കോവിഡും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു ട്രേഡിങ്ങിൽ? പ്രീ കോവിഡ് എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആരും വരാത്തൊരു മേഖലയായിരുന്നു. ആരും വരില്ല. അതൊരു ഫോർ എക്സാമ്പിൾ എനിക്ക് 2 ജോലി കിട്ടിയത്. എനിക്കൊരു IT ഫേം ജോലി കിട്ടിയായിരുന്നു, ഒരു ട്രേഡിംഗ് ഫേമിലും കിട്ടിയത്. ഞാൻ ചൂസ് ചെയ്ത ട്രേഡിംഗ് ഫേമിൽ, കാരണം എനിക്ക് കോഡിങ് അറിഞ്ഞില്ല. ഞാനത് കോപ്പി അടിച്ചാണ് എൻ്റെ ഡിഗ്രി എക്സാം ഞാൻ പാസ്സായത്. ആ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഓപ്പണായി പറയണം, എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരൊക്കെ US UK വലിയ വെൽ സെറ്റിലാണ് അവരൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ച് അത് പറ്റില്ല. അപ്പം അന്ന് പറഞ്ഞത്, നീ എന്തിനാണ് ചുമ്മാ ചൂതാട്ടം ചെയ്യാൻ പോണത്? ആരെങ്കിലും പൈസ മുടക്കും എന്ന് പറഞ്ഞ് നീ ട്രേഡ് ചെയ്യാൻ പോകണം, നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ പോകണം, നിനക്ക് പൈസ കിട്ടുമോ, നിനക്ക് ശമ്പളം കിട്ടുമോ, നാളെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞാൽ നിനക്ക് ശമ്പളം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാലുണ്ട്. പക്ഷേ പോസ്റ്റ് കോവിഡ് എന്ന് പറയുമ്പം അതൊരു ആൾക്കാർ വീട്ടിലിരുന്ന് തുടങ്ങി. ടെക്നോളജി വലുതായി, യൂട്യൂബിൻ്റെ ആക്സസ് വളരെ കൂടി. എന്ത് പറ്റി? ആൾക്കാർക്ക് നോളേജ് ഗ്യാദർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ കിട്ടി തുടങ്ങി. സോ ഇതൊരു സെക്കൻഡറി ഇൻകം ആക്കി കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുന്ന 170 ട്രേഡേഴ്സും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. 173 ട്രേഡേഴ്സ് എനിക്കുണ്ട് പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ. അതിൽ വന്നും പോയി ആൾക്കാർ വർഷങ്ങളായി എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവരൊക്കെ പ്രൊഫഷണലായിട്ട് ജോലിയെ കളഞ്ഞ് ഒരു 10 വർഷം 5 വർഷം ജോലി ചെയ്തതിനു ശേഷം ജോലിയെ കളഞ്ഞ് അവർക്ക് ആ ഫ്രസ്ട്രേഷൻസും ടെൻഷനൊക്കെ ഒഴിവാക്കി ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ ജനറേറ്റ് ചെയ്ത് വളർത്തുന്ന അങ്ങനെ പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട്. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു കോഡിങ്ങിനകത്ത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ട്രേഡിങ് എടുത്തു എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ്ങിന് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു CA CMA ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആവശ്യമില്ല. അല്ല, അത് നമ്മൾ പ്രൊഫഷണൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് CA വരുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എത്രയോ നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് +2 കഴിഞ്ഞ് നിർത്തിയ ട്രേഡേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ട്രേഡിങ്ങിൽ ഒരു വിജയിക്കണമെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല ആവശ്യം. ഹൗ യു ക്യാൻ സർവൈവ് ഇൻ ദിസ് മാർക്കറ്റ്. ഒരു കാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളിൽ 10 തോക്കുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഉണ്ട തീർന്നു കഴിഞ്ഞാൽ വെടിയുണ്ട് ചാവുമല്ലോ. ആ ഒരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സിംഹം വന്നോ കരടി വന്നോ തിന്നിട്ട് പോകും. അതുകൊണ്ട് ഉണ്ട സൂക്ഷിക്കുക, അതാണ് പഠിക്കേണ്ടത്. വേറെ ഒന്നാ ഉണ്ടെന്ന് പറഞ്ഞാൽ പൈസ. മാർക്കറ്റിനകത്ത് ഉണ്ട സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ ട്രേഡിങ്ങിന്റെ പൈസ. നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷിനെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും വലിയ കടമയാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ബേസിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വരും? എൻ്റെ കയ്യിലുള്ള 10 ലക്ഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് ലോസ് ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിങ്ങൾ തിരിച്ചു വരണ്ടേ മാർക്കറ്റിലോട്ട്? എങ്ങനെ പറ്റും? അതുകൊണ്ട് സർവൈവൽ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ ഏതായാലും ഡാർവിൻ്റെ സിദ്ധാന്തം പഠിച്ചിട്ടില്ലേ, തിയറി, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അത് തന്നെയാണ് ഇവിടെയും. നല്ല ഇപ്പം 93% ലോസ് ഉണ്ടാക്കുന്നു. 7% ബീയിങ് ഇൻ ദി ബ്രിം ആൻഡ് 1 to 2% ആർ മേക്കിംഗ് ഗുഡ് മണി. സോ അവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? അത്രയല്ല. സർവൈവലാണ് ഏറ്റവും വലിയ കാര്യം ട്രേഡിങ്ങിൽ. നമ്മളിപ്പോ പലപ്പോഴും അറിയുന്നത് ട്രേഡേഴ്സ് രാവിലെ തൊട്ട് 3 മണി വരെ അങ്ങനെ എന്തോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, മോണിറ്ററിന്റെ ഫ്രണ്ടിലിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഈ രാവിലെ ആ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ക്ലോസ് ചെയ്യുന്നത് വരെ സിസ്റ്റത്തിന് മുന്നിലിരിക്കണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കാലത്തെ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ചില സമയത്ത് എൻ്റെ പ്രോപ്പറായാലും കാലത്ത് മോർണിംഗ് 9 വരയ്ക്ക് ട്രേഡ് ചെയ്യും, 10:30 മണിയാകുമ്പോൾ തന്നെ ലോസ് അടിച്ചിട്ട് നിർത്തിപ്പോയ ദിവസമുണ്ട്. ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാലത്ത് 9 തൊട്ട് തുടങ്ങി വൈകിട്ട് 3 മണി വരെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ദിവസമുണ്ട്. അത് മാർക്കറ്റിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലൂ ടു സ്ക്രീൻ എന്ന് പറയില്ലേ, ആ ഒരു സിസ്റ്റം ഒഴിവാക്കാം. ട്രേഡിങ്ങിന് അപ്രോച്ച് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഒരു ദിവസം കാലത്ത് ട്രേഡ് ചെയ്ത് 1000 രൂപ ഉണ്ടാക്കി പോകുന്നവരുണ്ട്,
ഒരു മാസം ഒന്ന് ഒറ്റ ട്രേഡിൽ 1 ലക്ഷം ഉണ്ടാക്കി പോകുന്നവരുണ്ട്. അവരൊക്കെ ഗ്ലൂസ് ടു സ്ക്രീൻ അല്ലല്ലോ. സോ അത് അങ്ങനെ ഒരു 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യും, 3:30 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യും. അതൊരു സൈക്കിളാണ്. 6.25 മണിക്കൂറിൽ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. ആർക്കും വരാം, എന്ത് ചെയ്യാം, പോവാം, ഇരിക്കാം. പക്ഷെ അതിൽ നമ്മൾ സ്റ്റിക്ക് ഔൺ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ആ ഒരു അപ്രോച്ചാണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്, അപ്പോൾ ഓരോ കൺട്രിക്കും സെപ്പറേറ്റ് മാർക്കറ്റ്സ് ആണോ, അതോ ഇതൊരു ഇന്റർനാഷണൽ മാർക്കറ്റ് ആയിട്ടുണ്ട്? അല്ലല്ല, ഓരോ കൺട്രിക്കും ഇപ്പം ഇന്ത്യക്ക് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് എന്ന് പറയുമ്പോൾ അമേരിക്ക ഡൗ ജോൺസ്, S&P പൂർ ഉണ്ട്, നാസ്ഡാക്ക് ഉണ്ട്, പിന്നെ ലണ്ടൻ അല്ലെങ്കിൽ ഡാക്സ് ജർമ്മനിക്ക് ഉള്ളതുണ്ട്, പിന്നെ നിക്കായ് ഉണ്ട് ജപ്പാൻ്റെത്. അങ്ങനെ ഓരോ എക്സ്ചേഞ്ചിനും ഓരോ ഇൻഡെക്സുകളുണ്ട്. അപ്പം നമുക്ക് ഈ ഫോറിൻ ആ ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇന്ത്യക്ക് ഇപ്പം അലൗഡ് അല്ല. നമുക്ക് ഇന്ത്യ മാർക്കറ്റിൽ ഫോറക്സ് ഒക്കെ ഇഷ്ടംപോലെ ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട്, ഫോറക്സിൽ ട്രേഡ് ചെയ്യൂ, ഫോറക്സിൽ ട്രേഡ് ചെയ്യും. ദുബായ് ബേസ്ഡ് ആയിട്ട് ഇപ്പം എനിക്കറിയപ്പെടുന്ന പല ട്രേഡേഴ്സ് സുഹൃത്തുക്കളും അമേരിക്കൻ മാർക്കറ്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ദുബായിലേക്ക് സെറ്റിൽ ചെയ്ത ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ത്യയിൽ അലൗഡ് ആയിട്ടുള്ളത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമായിരിക്കും. അത് സെബിയുടെ ഗൈഡ്ലൈനാണ്. കാരണം ഇഷ്ടംപോലെ മാനിപ്പുലേഷൻ ഉള്ളതുകൊണ്ട് അത് റെഗുലേറ്റഡ് അല്ല. നമുക്ക് ആർക്ക് പൈസ കൊടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഒരു 50 ലക്ഷം രൂപ 1 കോടി ഉണ്ടെങ്കിൽ ഐ ക്യാൻ മേക്ക് എൻ എക്സ്ചേഞ്ച്. ലിസ്റ്റ് ചെയ്യുക, ലണ്ടനിൽ എക്സ്ചേഞ്ച് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക, കൊടുക്കുക. അതിൽ കൊടുക്കുന്ന പൈസ ഞാൻ അംഗീകൃത ലണ്ടനിലാണോ അതോ നോർമൽ മാർക്കറ്റാണോ നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ട് അതൊരു റിസ്ക്കിയാണ്. അപ്പൊ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആക്ച്വലി റിസ്കി ആണല്ലേ? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് വന്നത് റിസ്കി അല്ല. നമ്മൾക്ക് പുറത്ത് പോയി ഇപ്പം ഇന്ത്യയിൽ പറയും ഫോറക്സ് ട്രേഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വരും. അത് കുറച്ച് റിസ്ക്കിയാണ്. നമ്മൾ പൈസ കൊടുക്കുന്നത് സൂക്ഷിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചെടുക്കാൻ നേരത്ത് പറയും, നിങ്ങളെ അക്കൗണ്ടിൽ നിങ്ങൾ ഇങ്ങനെയാണ് ഇഷ്ടംപോലെ സ്കാംസും ഫിഷിംഗ് ഒക്കെ വരുന്നത്. അങ്ങനെ വരുന്നുണ്ട് ഇഷ്ടംപോലെ. ഈ FIs എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അതെന്താ? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അവരാണ് ലോകത്തുള്ള എല്ലാ മാർക്കറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളൊക്കെ പലരെയും വിചാരിക്കുന്നില്ല, കൊറോണ വന്നത്, ക്രാഷ് വന്നത്, കൊറോണ പിടിച്ചുകൊണ്ടാണ് മാർക്കറ്റ് ക്രാഷ് ആയത്. എല്ലാവരും ദാറ്റ്സ് ബാഡ്. കൊറോണ ക്രാഷ് ആവാൻ കാരണം ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബോണ്ട് മാർക്കറ്റ്. ഇപ്പം നമ്മൾ സ്കാം എന്നൊരു സീരീസ് നിങ്ങൾ സോണി ലീവിലുണ്ടല്ലോ, ഹർഷത് മേത്തയെ എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂ വരാൻ കാരണം? അയാൾ ഇന്ത്യൻ മാർക്കറ്റിലെ ബോണ്ട് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആ ഒരു ഇഷ്യൂ അന്ന് ബോണ്ട് മാർക്കറ്റ് കൺട്രോൾ ചെയ്തത് സിറ്റി ബാങ്കാണ് ലോകത്ത്. അവർക്ക് ഇത് പിടിച്ചില്ല. അവരെന്ത് ചെയ്തു? മേത്തയ്ക്ക് പണി കൊടുത്തു. അതേപോലെ ബോണ്ട് മാർക്കറ്റിൽ കൊറോണയെ ഫാൾ ചെയ്തത്. അല്ലാതെ തന്നെ കൊറോണ വന്ന വൈറസ് പിടിച്ചത് മാർക്കറ്റ് അല്ല. ബോണ്ട് മാർക്കറ്റിൽ ഉണ്ടായ ലിക്വിഡേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വേറെ അടുത്തുനിന്ന് പൈസ എടുത്ത് അങ്ങോട്ട് കൊടുത്തു. ആ പൈസ എടുത്ത സ്ഥലം എവിടെയായിരുന്നു? സ്റ്റോക്ക് മാർക്കറ്റായിരുന്നു. അപ്പോൾ എന്ത് പറ്റി? ഈ മാർക്കറ്റ് വിൽക്കുമ്പം വില ഇറങ്ങൂലേ? വില കയറില്ലല്ലോ വിൽക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ക്രാഷാണ് വന്നത്. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ക്രാഷ് എന്ന് പറഞ്ഞാൽ കൊറോണയാണ്. മാർച്ചിൽ ക്രാഷ് ചെയ്തു. അന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിലിട്ട് പോയി. വെറും 1.5 മാസത്തേക്കുള്ള ക്രാഷ് നിന്നിട്ടില്ല. ഷോർട്ടസ്റ്റ് ക്രാഷാണ്. 2008 ക്രാഷാണ് ഏറ്റവും വലിയ ക്രാഷ് എന്ന് പറയും. സബ്പ്രൈം ക്രൈസിസ് അറിയാലോ, അമേരിക്കൻ മാർക്കറ്റിൽ ഇടിഞ്ഞു പോയത്. അത് 3.5 വർഷം നീണ്ടു നിന്നു. ഇത് വെറും 1-2 മാസം കൊണ്ട് മാർക്കറ്റ് തിരിച്ചു കയറിയില്ലേ? ഈ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒക്കെ മാർക്കറ്റിനെ പിന്നെ ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ ബാധിക്കും. ഇൻഫ്ലേഷനാണ് മാർക്കറ്റ് കളിക്കുന്നത്. RBIയുടെ മോണിറ്ററി പോളിസി തന്നെ ഇൻഫ്ലേഷനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. ഇന്ത്യ ഇപ്പം 3.13 നിൽക്കുന്നു പറയും. ഇപ്പം ഇൻഫ്ലേഷൻ കുറഞ്ഞാൽ മാത്രമേ ഇൻട്രസ്റ്റ് കുറയുള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? മാർക്കറ്റിലേക്ക് മണി പമ്പ് ചെയ്യുള്ളൂ. മണി പമ്പ് ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നിങ്ങൾക്ക് ലോൺ എടുക്കും. കൊറോണയ്ക്ക് മുമ്പേയും കൊറോണയ്ക്ക് ശേഷം നിങ്ങൾ നോക്ക്. ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. കൊറോണയ്ക്ക് മുമ്പേ ഐഫോൺ യൂസേഴ്സിന്റെ എണ്ണം വളരെ കുറവായിരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു, 10 പേരിൽ ഒരു 5 പേരെ എടുത്ത ഐഫോൺ കാണും. ഞാൻ 4 years സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഐഫോൺ എന്ന് കണ്ടാൽ നിങ്ങൾ ഫോൺ നോക്കുന്ന ആൾക്കാരാണ്. ഇന്ന് ഐഫോൺ എന്ന് കണ്ട എല്ലാവരുടെ കയ്യിലും. അതേപോലെ ട്രേഡേഴ്സ് വളരെ കുറവായിരുന്നു. പ്രോമിനന്റ് ട്രേഡേഴ്സ് കൊറോണയ്ക്ക് മുമ്പ് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇഷ്ടമുള്ള ട്രേഡേഴ്സ് ഉണ്ട്. നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഇഷ്ടമുള്ള മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒരുപാടുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു. ഇപ്പോൾ ഒന്ന് FI ആണ്, പിന്നെ ഇൻഫ്ലേഷൻ പറഞ്ഞു. അതുപോലെ പ്രോമിനന്റ് ആയിട്ടുള്ള ഏതെങ്കിലും FIs ഉണ്ട്, DAs ഉണ്ട്, LIC വിചാരിച്ചാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് LIC ഇന്ത്യയിലെ ഏറ്റവും വലിയ DI LIC എടുത്തു നോക്കുക. LIC ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ പോയി നോക്കിയാൽ ഇപ്പൊ NDA സർക്കാർ വന്നതിന് ശേഷം LICയിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫണ്ടിനെ കൂട്ടി. LIC ഇന്ത്യയിലെ പല കമ്പനികളിലും ടോപ്പ് ഇൻവെസ്റ്ററാണ് LICs. നിങ്ങൾ ഈ ഇൻഷുറൻസ് കൊടുക്കുന്ന പൈസ എവിടെ പോകുന്നു? LIC വന്ന ഷെയറിലോ. നിങ്ങൾക്ക് കിട്ടുന്നത് 5% ബോണസ്. LIC ഉണ്ടാക്കുന്ന പൈസ എത്ര അറിയാമോ? അവരുടെ പ്രോഫിറ്റ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. സോ അതുകൊണ്ട് DI LIC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക്സുകൾ, പിന്നെ പ്രൊഫഷണൽ ട്രേഡേഴ്സ്, പ്രോസ് എന്ന് പറയുന്നത് 1500 മുകളിലുള്ള, അത് നമ്മൾ FPIs എന്ന് പറയും.
ഈ മൗറീഷ്യസ്, സിംഗപ്പൂർ, സൗത്ത് ആഫ്രിക്ക അതൊക്കെ വഴി വരുന്ന റീറൂട്ട് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. FPAs എന്ന് പറയും. പലരും പറയും അതിനെ പൊളിറ്റിക്കൽ ഫണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റ്. റീറ്റെയിലേഴ്സിന് കൺട്രോളിങ് അല്ല, നമ്മൾ പറയില്ലേ, നമ്മൾ ഈ കശാപ്പ് ശാലയിലെ ഈ ആടാണ് റീറ്റെയിലേഴ്സ്. കശാപ്പ് ചെയ്യുന്നതാണ് ഈ FIAs, ഈ പ്രോസ്, DAs, ഈ പറഞ്ഞ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി. അവരാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ടല്ലോ, ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇൻട്രാഡേ ഡെറിവേറ്റീവ് ട്രേഡ് എന്ന് ഇൻട്രാഡേ ആണ്. സോ നമ്മൾ കാലത്തെ വരുന്നു, മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നു, ഷോർട്ട് സൈഡ് മാർക്കറ്റ്, ഇന്ന് മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട്, വിൽക്കാം, ഒരു ഓപ്ഷൻ എടുക്കുക. അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുമ്പം ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുന്നു, നമ്മൾ താഴേക്ക് ഇറക്കുന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു, മാറുന്നു. അങ്ങനെ ആ ഒരു രീതിക്ക്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് എന്നെ പോലെയുള്ള പ്രൊഫഷണൽ ട്രേഡേഴ്സിന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ. ഈ പ്രൊഫഷണൽ ട്രേഡേഴ്സും നമ്മുടെ തട്ടിക്കൂട്ട് ട്രേഡേഴ്സും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ? അപ്രോച്ച് ആണ് ഏറ്റവും വലിയ ഡിഫറൻസ്. അവർ അപ്രോച്ച് ചെയ്യണത് ന്യൂസ് വരും, ഇപ്പോൾ ഒരു ഒന്നും വേണ്ട. ഇപ്പം ഫോർ എക്സാമ്പിൾ ക്രൂഡ് ഓയിൽ മാർക്കറ്റിലേക്ക് വരുമെന്ന് വെനിസ്വേലയെ പിടിച്ചടക്കി ട്രംപ്. ക്രൂഡ് ഓയിൽ ഇത്രയും ബാരൽ അമേരിക്ക മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു, അത് സ്പെക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സാധനം സർപ്ലസ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ വില കുറയോ കൂടും? കുറയും. പക്ഷേ ക്രൂഡ് ഓയിൽ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 5030 കിടന്ന ക്രൂഡ് ഓയിൽ ഇപ്പോൾ 5340 300 രൂപ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടി. നിങ്ങൾ ക്രൂഡ് ഓയിൽ, എൻ്റെ അടുത്ത് പലരും പറഞ്ഞു വെച്ചാൽ സാറേ ക്രൂഡ് ഓയിൽ വിൽക്കാൻ സമയമായി, ക്രൂഡ് ഓയിൽ ഇറങ്ങുമെന്ന്. പക്ഷേ ക്രൂഡ് ഓയിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തതിൽ, എനിക്ക് എല്ലാ വീക്കിലി പോഡ്കാസ്റ്റ് വീഡിയോ ഉണ്ട് ഏതിനെക്കുറിച്ച്, ക്രൂഡ് ഓയിലിനെ, ഗോൾഡിനെ കുറിച്ചൊക്കെ. അതിൽ പറഞ്ഞു വെച്ചാൽ ഞാൻ ക്രൂഡ് ഓയിൽ താഴെ എത്തുമ്പോൾ വാങ്ങാനാണ് പറഞ്ഞത്. കാരണം അങ്ങനെ സിസ്റ്റം ഇല്ല. അപ്പം ഈ ന്യൂസ് വന്ന് അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് വ്യത്യാസം. ഇവിടെ നമ്മൾ വെൽ പ്ലാൻഡ് അപ്രോച്ച് നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ സ്റ്റോപ്പ് ലോസസ് ബിഗിനേഴ്സിന് മാത്രം ഉള്ളതാണ്? അല്ലല്ല, എല്ലാവർക്കും സ്റ്റോപ്പ് ലോസ് ഉണ്ട്. എവിടെ കട്ട് ചെയ്യണമെന്ന് അറിയാത്തവൻ ജമ്മത്ത് കട്ടാവൂല ജീവിതത്തിൽ. ഒരു ബന്ധം നമ്മൾ എവിടെ മുറിക്കണോ, ഇപ്പം നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് എവിടെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ജീവിതം നരയിച്ചു പോവില്ലേ? അതേപോലെ ദിസ് ഈസ് എ ടോക്സിക് റിലേഷൻഷിപ്പ്. ഞാനും ആ പൊസിഷനുമായിട്ടുള്ള റിലേഷൻഷിപ്പാണത്. എനിക്ക് ലോസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനെ കട്ട് ചെയ്യാതിരുന്ന. പക്ഷേ ട്രേഡിങ്ങിനകത്ത് നമ്മൾ എപ്പോഴും ഗ്രീഡിയാണ്. ഈ കറക്റ്റ് ആയിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാം, പ്രൊഫഷണൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കണം. നമ്മൾ കമ്പ്യൂട്ടറിനടുത്ത് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവന് സിസ്റ്റം ഉണ്ടാ, എൻ്റെ മാമന മച്ചമ്പി എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ലല്ലോ. അത് അപ്പം കട്ടിങ് ഇല്ല. അതേപോലെയാണ് ആ അപ്രോച്ച് നമ്മളിവിടെ കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രീഡ് എന്ന് പറഞ്ഞ സാധനം എന്തായി മാറും? ഫിയർ ആയിട്ട് മാറും. ഗ്രീഡ് വിൽ ബിക്കെയിം ഫിയർ. അപ്പോൾ എന്ത് പറ്റും? 3 സ്റ്റോപ്പ് ലോസ് കണ്ടിന്യൂസ് അടിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ ട്രേഡ്, ഇഫ് യു ആർ ഇൻ എ റൈറ്റ് പാത്തിൽ കൂടെ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യു ക്യാൻ മേക്ക് മണി. അതുകൊണ്ട് ഗ്രീഡ് എന്ന് പറഞ്ഞ സാധനം ആൾവേസ് എൻഡ്സ് ടു ഫിയർ. ഫിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണോ ഈ ട്രേഡിങ്ങും സൈക്കോളജിയും ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറയുന്നത്? വളരെ നിങ്ങളുടെ ഈ കൃത്യമായി നിങ്ങളൊരു മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഡേ പ്ലാൻ സ്ട്രക്ചർ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ ഡേ പ്ലാൻ ഉണ്ട്. രാത്രി ഒരു പ്ലാൻ ഞാൻ തയ്യാറാക്കി വയ്ക്കും, ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യും, നാളെ ഏതാണ് നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇത് ആ ടൈം ഫ്രെയിം നമുക്ക് പ്ലാൻ ചെയ്യും. അത് കൃത്യമായി സെറ്റ് ചെയ്തിരിക്കും. അതിന് മോർണിംഗ് നമ്മൾ കൃത്യമായിട്ട് ആ പ്ലാൻ പ്രകാരം നമ്മൾ അപ്രോച്ച് ചെയ്യും. ഇല്ല എങ്കിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഇവൻച്വലി എന്ത് പറ്റും? നമ്മൾ ആ പ്ലാൻ വേറെ ന്യൂസ് വരുന്നെങ്കിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും. ഇന്നില്ല എന്ന് വെച്ചാൽ ആ പ്ലാൻ കളയില്ല. ആ പ്ലാൻ ഉണ്ട്. ആ പ്ലാനാണ് നമ്മൾ ഈ കൃത്യമായി പറഞ്ഞ ഈ ഗ്രീഡ് എന്ന് പറഞ്ഞ സാധനത്തെ കട്ട് ചെയ്യണം. ഞങ്ങളുടെ പ്ലാൻ എന്താണ്? എൻ്റെ സിസ്റ്റം എനിക്ക് എന്താണ്, എൻ്റെ ഫണ്ട് എത്രയാണോ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ 1% ആണ് എൻ്റെ റിസ്ക്. റിട്ടേണും 1% ആണ്. സം ടൈംസ് മാർക്കറ്റ് നിങ്ങൾക്ക് ലോട്ടറി തരും എന്ന് വെച്ചാൽ നിങ്ങൾ പറയില്ലേ, ഈ ലോട്ടറി എടുക്കുന്ന അവസ്ഥ അറിയാം. ഒരു വർഷം ചിലപ്പോൾ ഒരു 1 ലക്ഷം ലോട്ടറി. ഈ 1 ലക്ഷം രൂപയും ആ വർഷം അതിൻ്റെ 3 ഇരട്ടി ലോട്ടറി കളയും. അതാണ് മാർക്കറ്റ് ഗ്യാംബ്ലിംഗ് എന്ന് പറഞ്ഞ ആ വാക്കാണ്. അപ്പം നമ്മൾ പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറഞ്ഞാൽ ഈ അപ്രോച്ചാണ്. കൃത്യമായിട്ട് ഡേ പ്ലാൻ, ഡേ ഔട്ട്, എൻഡ് ഓഫ് ദ ഡേ പ്ലാൻ, പിറ്റേ ദിവസം, ഇതെല്ലാം പ്ലാനിങ് ആണ്. ഈ പ്ലാൻ പണ്ണ വഴി എന്ന് പറയുമ്പോൾ ആ ഡയലോഗ് ഇവിടെ കൃത്യമായിട്ട് ആപ്ലിക്കലാവും. ഈ പ്ലാൻ, ടൈം മാനേജ്മെന്റ്, ടെക്നിക്സ്, ഡിസിപ്ലിൻ, ഇതൊക്കെയാണോ നിങ്ങളുടെ ഒരു മെയിൻ ട്രേഡിങ്ങിനകത്ത് വരുന്നത്? ഡിസിപ്ലിൻ ഏറ്റവും വലിയ കാര്യം. ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ചില ട്രേഡ് നമ്മൾ ചെയ്യില്ലെന്ന് തീരുമാനിച്ചാൽ ചെയ്യേണ്ട. ചിലപ്പോൾ ആ ട്രേഡ് നിങ്ങൾക്ക് 100 രൂപ അല്ലെങ്കിൽ 500 രൂപ 1000 രൂപ പ്രോഫിറ്റ് തരാം, അല്ലെങ്കിൽ 5 ലക്ഷം പ്രോഫിറ്റ് തരാം. പക്ഷെ നിങ്ങളെ ഡിസിപ്ലിൻ നിങ്ങൾ ചെയ്യില്ലാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരുന്ന ബാക്കിയുള്ള സമയത്തുള്ള ഇതിന് ചിലപ്പോൾ അതേപോലെ നമ്മളെ പറ്റിച്ച് കടന്നു കളയെന്ന് പറയില്ലേ,
ചില സിനിമ ഡയലോഗ് പറയുന്നതല്ല, അതേപോലെ ചില ട്രേഡൊക്കെ പഠിച്ച് കടന്നു കളയും, അതിൽ നമ്മൾ പണി കിട്ടി കളയും. അപ്പോൾ ഡിസിപ്ലിൻസ് മാൻഡേറ്ററി. ഈ ഡിസിപ്ലിനാണ്, ട്രേഡ് പ്ലാനാണ്, ഈ അപ്രോച്ച്, ഇതൊക്കെയാണ് നമ്മുടെ സൈക്കോളജിയെ ക്ലിയർ ആക്കുന്നത്. സൈക്കോളജിയാണ് പൈസ തരുന്നത്, ഓർത്ത് വെച്ചേക്കുക. ഒരു ട്രേഡ് പ്ലാനോ ഒരു സിസ്റ്റമോ അല്ല, ഈ സൈക്കോളജി വരണം വേണ്ടിയിട്ടാണ് ഇതെല്ലാം ക്ലിയർ ആണ്. സൈക്കോളജി വന്നാൽ മാത്രമേ ഒരു ട്രേഡർക്ക് നിങ്ങളൊരു ഒരു 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 രണ്ട് ഒരു ട്വിൻസിന് ഒരു ഫുഡ് നിങ്ങൾ കൊടുത്തു നോക്ക്. ഒരാൾ കഴിച്ചു തേക്കുന്നതിനെക്കാട്ടി ഫാസ്റ്റ് മറ്റേ കഴിച്ചു. ട്വിൻസ് ഒരേ ഐഡന്റിക്കൽ ട്വിൻസ് ആയിക്കൂടാ. എന്താണ് ആ അപ്രോച്ച്? അതിന് പോലും വ്യത്യാസമുണ്ട്. അതേപോലെ ട്രേഡിങ്ങിന്. അതുകൊണ്ട് സൈക്കോളജി ഡെവലപ്പ് ചെയ്യണോ, ഈ ഡിസിപ്ലിൻ എല്ലാം കൃത്യമായിരിക്കും. ഈ ട്രേഡിങ്ങിനകത്ത് പാറ്റേൺസും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ഇല്ലേ? ഉണ്ട്. ഞങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈൽ, അതേപോലെ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡിങ്ങിന് അതേപോലെ പാറ്റേൺസ്, ഇൻഡിക്കേറ്റേഴ്സും. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് അല്ല, നമുക്കൊരു സിസ്റ്റം, നമ്മളൊരു ബിഹേവിയർ അനലിസ്റ്റാണ് പഠിക്കുന്നത്. മാർക്കറ്റിനെ അപ്രോച്ചിനെ പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ബിഹേവിയർ പഠിക്കുക. അതായത് നമ്മൾ ഈ സൈക്കോളജി പഠിക്കുന്നത് ഇതൊരു സൈക്കോളജിയാണ്. പഴയ കഴിഞ്ഞു പോയ മാർക്കറ്റിന്റെ ബിഹേവിയർ പഠിക്കുക. ആ ബിഹേവിയറിനെ വച്ച് പിറ്റേന്ന് വരാൻ പോകുന്ന മാർക്കറ്റിനെ അനലൈസ് ചെയ്യുക. അപ്പോൾ അതിൽ 71% നിങ്ങൾ റൈറ്റ് ആയ കൂടെ യു വിൽ മേക്ക് മണി. അതുപോലെ ദാറ്റ് ഈസ് മാർക്കറ്റ് പ്രൊഫൈൽ. ഈ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ? ലോകത്ത് ഒരു സാധനത്തിനും ഗ്യാരണ്ടി ഇല്ല. നത്തിങ്. ലൈഫിന് പോലും ഗ്യാരണ്ടി ഇല്ല. അപ്പം ഇതിന് ഗ്യാരണ്ടി കിട്ടുമോ? ഇല്ല. അപ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ഓവർ ദ പീരീഡ് ഓഫ് ഇയറിലാണ് നിങ്ങൾക്ക് ഒരു റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത്. ഇന്നിട്ട് നാളെ കിട്ടുന്ന നിർബന്ധമില്ല. സോ അതേപോലെ ഇതിന് ഗ്യാരണ്ടി ഇല്ല. നിങ്ങളാണ് ഗ്യാരണ്ടി ഉണ്ടാക്കേണ്ടത്. എത്രയാണ്? ഞാൻ പറഞ്ഞൊരു വാക്കാണ്, എപ്പോഴും പറയും, നിങ്ങൾക്ക് എത്രമാത്രം കളയാൻ പറ്റുന്നൊരു ഗ്യാരണ്ടി നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവൻച്വലി യു വിൽ മേക്ക് മണി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞങ്ങൾക്കൊരു കഴിഞ്ഞ 3 മാസത്തെ ക്വാർട്ടറിൽ ഞങ്ങൾക്കൊരു ബാഡ് ഫേസ് ആയിരുന്നു. ബാഡ് ഫേസ് എന്നല്ല, ഒരു ഓവറോൾ ഒരു ബാഡ് ഫേസ് കടന്നു പോയായിരുന്നു. ഞങ്ങൾ നോക്കിയ സമയത്ത് അപ്രോച്ച് ചെയ്യും. നമ്മളിപ്പം നമ്മൾ പറയും ചത്ത കുഞ്ഞിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. നമ്മൾ പഴയ ട്രേഡൊക്കെ എടുത്ത് നോക്കാം. അപ്പം നമ്പർ ഓഫ് ട്രേഡ് കൂടിയ മന്തിലാണ് നമുക്ക് ലോസ് വന്നിട്ടുള്ളത്. നമ്മൾ തീരുമാനിച്ചു വൈ നമ്മൾ അത്ര ദിവസങ്ങൾ ആ ട്രേഡ് എത്ര എടുത്തത്? നമ്മൾ അപ്രോച്ച് കറക്റ്റാകത്തോണ്ടല്ലേ. നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം ആ ട്രേഡിന്റെ എണ്ണം, നമ്പർ ഓഫ് ട്രേഡ്സ് കുറച്ചു തുടങ്ങി. ഇപ്പം നമുക്ക് എന്ത് പറ്റി? ഇവൻച്വലി നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയുടെ സ്ക്രീനിങ് കൂടി തുടങ്ങി. അതെല്ലാം ഞാൻ പറയില്ലേ, ഇതെല്ലാം ഈ ഒരു ട്രേഡിങ് സൈക്കോളജിയെ ക്ലിയർ ആക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഈ ട്രേഡിങ്ങിനകത്ത് നമ്മൾ ഒരുപാട് ലോസസ് ഉണ്ടാവും, പ്രോഫിറ്റ്സ് ഉണ്ടാവും. ഈ പ്രോഫിറ്റ്സ് കൂട്ടിയിട്ട് ലോസസ് കുറയ്ക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക വഴി വല്ലതും ഉണ്ട്? ഒന്ന്, നിങ്ങൾക്ക് ഒരു വർഷം മാർക്കറ്റിൽ ഈ നല്ല മാർക്കറ്റ്, അതായത് ട്രെൻഡിങ് ഡേയ്സ് നമ്മൾ പറയും, എല്ലാവരും ട്രെൻഡിങ് ഡേയ്സ് എന്ന് പറയും. ഈ ട്രെൻഡിങ് ഡേയ്സിന് ഒരു വർഷത്തിൽ 11% ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്ന ദിവസങ്ങൾ ഈ 11% ദിവസങ്ങളാണ്. അതായത് നിങ്ങൾ കറക്കൂട്ടി റൈറ്റ് ട്രാക്കിലായാലും യു വിൽ മേക്ക് മണി. പക്ഷെ ബാക്കിയുള്ള 79 അല്ലെങ്കിൽ 89% ദിവസങ്ങൾ മാർക്കറ്റ് ഒരു റേഞ്ച് ആയിരിക്കും. നിങ്ങൾ പറയില്ലേ, ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങളൊരു കട തുടങ്ങി, ആറ്റുപൊങ്കാല, എൻ്റെ വീടിൻ്റെ അടുത്താണ് എനിക്ക് പറയാം. ആ ആറ്റുപൊങ്കാലിൻ്റെ അടുത്തുള്ള ഹോട്ടലുകളിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് എപ്പോഴാണ്? പൊങ്കാലയുടെ സമയത്താണ്. ദാറ്റ്സ് അവർ പീക്ക്. ബാക്കിയുള്ള സമയങ്ങൾ അവർക്ക് എന്താണ്? ആവറേജ് ഉള്ള കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. ദേ മേക്ക് എ പ്രോഫിറ്റ് ഇൻ 11 days എന്ന് വെച്ച് ഈ 11 ദിവസം ഉണ്ടാക്കുന്ന ഫുഡുകൾ ആ ബാക്കിയുള്ള 89 ദിവസം ഉണ്ടാക്കി വെച്ചാൽ കച്ചവടം നടക്കുമോ? അതേ അപ്രോച്ചാണ്. ദിസ് ഇസ് എ ബിസിനസ്. അങ്ങനെ കണ്ടാൽ മാത്രം മതി. ഈ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മിത്തുകളുണ്ട്. അതിൽ കേട്ടിട്ട് ചിരിച്ചു പോയ വല്ല മിത്തും ഉണ്ടോ? അങ്ങനെ അത് പണ്ടൊക്കെ പറയുമ്പോൾ വെച്ചാൽ ഈ FIIs എന്ന് പറയും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. അവര് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അവർ അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇന്ത്യയിലേക്ക് വരുക, അല്ലെങ്കിൽ ലണ്ടൻ മാർക്കറ്റ് ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഓപ്പൺ ചെയ്യുമ്പോഴേ വരുള്ളൂ. മാർക്കറ്റ് 9:15 മാർക്കറ്റ്, ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് 9 മണിക്കാണ് മാർക്കറ്റ്. 9 മണിക്ക് മാർക്കറ്റ് തുടങ്ങി 3:30 മണിക്ക് 4 മണി വരെ പോയ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ 9 മണിക്ക് മാർക്കറ്റ് തുടങ്ങി 3:30 മണിക്ക് അവസാനിക്കണമാര് കച്ചവടം ചെയ്യാൻ വേണ്ടി ഉച്ചയ്ക്ക് 1:30 മണിക്ക് വന്ന ബാക്കിയുള്ള സമയത്ത് ഇത് പറയേ. അങ്ങനെ അതൊക്കെ ഇഷ്ടംപോലെ തെറ്റായ ധാരണ. അത് പിന്നെ അല്ലാതെ പിന്നെ എന്താണ്, എല്ലാ പ്രൊഫഷണൽ ട്രേഡേഴ്സും പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ എല്ലാ FIIസും പ്രോഫിറ്റ്, അങ്ങനെയൊന്നും ഇല്ല. ജോർജ് സോറസ് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയുടെ കൺട്രോൾ, ഇപ്പൊ സോറസ് ഇന്ത്യയെ കൺട്രോൾ ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞല്ലേ. ജോർജ് സോറസ് നല്ല ലോസ് ഉണ്ടാക്കിയ മനുഷ്യനാണ്. ഹെഡ്ജ് ഫണ്ട് മാനേജറാണ്, അക്രോസ് ദ ഗ്ലോബൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോസ് ഉണ്ടാക്കും, അമേരിക്കൻ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കും. അവർ നോക്കണം, ഇവിടെ ലോസ്, ഇവിടെ ഈ ഡെസ്കിൽ ഇത്രയും പ്രോഫിറ്റ് ഉണ്ട്, സോ ഓവറോൾ ഞാൻ പ്രോഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട്. പിന്നെ FIIസിന്റെ കയ്യിൽ എന്തുവാണ്, അവർക്ക് എല്ലാം അറിയുന്ന ഉപഗ്രഹങ്ങളുണ്ട്, അങ്ങനെയൊന്നുമില്ല. FIIസിന്റെ പുറത്തുള്ള ആൾക്കാർ, റീറ്റെയിൽ ട്രേഡറും FIIസും പ്രോസും തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ട്. നിങ്ങൾ 1 കോടിയാണെങ്കിൽ അവർ എത്ര ആയിരിക്കും? 1500 കോടി. ഇപ്പം നിങ്ങളെക്കാട്ട് എത്ര ടൈമാണ് അവരുള്ളത്?
സോ അൾട്ടിമേറ്റ്ലി ഒരു കാര്യം ഓർത്ത് മിത്ത് എല്ലാം വരും. ആൻസർ എന്ന് പറഞ്ഞാൽ മണി, ഹൗ മച്ച് മണി യു ഹാവ് ടു ലൂസ് ആൻഡ് ഹൗ മച്ച് മണി യു ക്യാൻ ഇൻവെസ്റ്റ്. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇതാണ് എല്ലാ മിത്തിന്റെ ആൻസർ. ഈ ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസസ് കുറയ്ക്കാൻ പറ്റും. അത് ട്രേഡിംഗ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, പ്ലാൻ വേണം. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് മ്യൂച്വൽ ഫണ്ട് വാങ്ങണം. കാരണം അവർ നിങ്ങൾക്ക് ഒരാൾ ഇപ്പം ഞാൻ ചെയ്ത പോലെ അവിടെ ഒരു ഫണ്ട് മാനേജർ ഉണ്ട്, അവർ മാനേജ് ചെയ്യും. നിങ്ങളെ പൈസ വാങ്ങിച്ച് അവർ മാനേജ് ചെയ്യും പ്രൊഫഷണലി. അവർ മാനേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ തരും. അതിനൊരു ഫീസ് ചാർജ് ചെയ്യും. ഈ ഷെയറിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ട്രേഡിംഗിൽ നിൽക്കുന്നതാണോ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു? നിങ്ങൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തവരാണെങ്കിൽ യു കം വിത്ത് ഇൻവെസ്റ്റ്. നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ രീതിക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഫഷണൽ രീതിക്ക് പോകാൻ പറ്റില്ല. ദാറ്റ് വിൽ ബി എ പാസീവ് ഇൻകം. ഒരു ഷെയറിനെ മേടിക്കുക, അതിന് ഒരു ക്ലിക്ക്, തലേദിവസം രാത്രി 10 മണി നോക്കുക, ഈ ഷെയർ കൊള്ളാം, ഒരു വർഷം കഴിയുമ്പോൾ റിട്ടേൺ ഡബിൾ ആവും, അങ്ങ് പിന്നെ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ജോലി കാണില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കരിയർ ആക്കണം. ഇപ്പം ഞാൻ കരിയറാണ്, എൻ്റെ ഒരു കരിയറാണ്. കാരണം എനിക്ക് മോർണിംഗിൽ 9 മണിയാകുമ്പോൾ ഞാൻ ഡെസ്കിൽ ഇരിക്കും. ഞാൻ ലീവ് എടുക്കുന്ന ദിവസങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഡിസംബർ 21 തൊട്ട് ജാനുവരി 7 വരെ ഞാൻ ഹോളിഡേ ട്രിപ്പായിരുന്നു, ട്രാവലിംഗ് ആണ് ഫുള്ള്. അതുകൊണ്ട് ഇതൊരു പ്രൊഫഷനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മോർണിംഗ് 9 to 5 ജോലി ചെയ്യുന്ന പോലെ ദിസ് ഇസ് എ ബിസിനസ്. അങ്ങനെ ഞാൻ കണക്കാക്കും. ഇൻവെസ്റ്റിംഗ് ഫസ്റ്റ് വന്നാൽ മതി, ട്രേഡിങ്ങിനെ കുറിച്ച് സെക്കൻഡറി നോക്കിയാൽ. ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പൊ വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പുറമേ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് ലോസസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുക? അല്ല, അവർക്ക് കൃത്യമായ ഒരു അപ്രോച്ച് കാണുമല്ലോ. ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഏറ്റവും വലിയൊരു പുറത്തുള്ള ഫിനാൻഷ്യൽ കമ്പനിക്ക് ലോസ് വന്നതാണ് ഈ പേടിഎം. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് പേടിഎമ്മിൻ്റെ വിജയ് ശർമ്മ പേടിഎമ്മിൻ്റെ ഷെയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2000 രൂപയ്ക്കാണ്. ആ ഷെയർ പേടിഎം പോലൊരു ലോസ് മേക്കിംഗ് കമ്പനിയുടെ ഷെയർ ഹൈ പ്രൈസിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കനേഡിയൻ പെൻഷൻ ഫണ്ട് ഏകദേശം പറഞ്ഞാൽ ഒരു 10,000 കോടിക്ക് 5,000 കോടി രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അവർ ഷെയർ അങ്ങ് വാങ്ങിച്ചു. അവർ ലോസ് ബുക്ക് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 40% ലോസ് അവർ ബുക്ക് ചെയ്തു. അത് അവർ 700-800 രൂപയ്ക്ക് ആ ഷെയർ വിറ്റ്. 2000 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ അവർ വിറ്റ് എത്രയ്ക്കാണ്? 700 രൂപയ്ക്ക്. സോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവർ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവരുടെ ഒരു ബാഡ് ഡിസിഷൻ ആവും. അതുകൊണ്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ലോസ് ബുക്ക് ചെയ്യുന്ന അവർക്ക് അതിൻ്റെ ടെക്നിക്സ് കാണും, അതിനെ കവർ ചെയ്യാനുള്ള വേറെ ടെക്നിക്സ് കാണും. അതുകൊണ്ട് FISൽ ലോസ് ബുക്ക് ചെയ്യുന്ന ടെക്നിക്സ് അവരെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു വെച്ചാൽ അത് അവരുടെ സിസ്റ്റം ആയിരിക്കുമല്ലോ. അത് നമുക്ക് പറയില്ല. കാരണം നമുക്ക് ഇതിനപ്പുറത്തേക്ക്, ഈ വാതിലിനപ്പുറത്തേക്കുള്ള എൻട്രി ഇല്ലല്ലോ. ഇപ്പോൾ ഫോറിൻ ടെക്നിക്സ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് വേറെ ആയിരിക്കും, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് വേറെ ആയിരിക്കും. ഇത് കൊളാബ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് ടെക്നിക്സ് എങ്ങനെയായിരിക്കും? അല്ലല്ല, ഇപ്പോൾ FIS ഫോറിൻ ഡെസ്കുകളൊക്കെ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അവരെ ഇപ്പം നിങ്ങൾക്കറിയാം, ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജെയിൻ സ്ട്രീറ്റ് ഉണ്ട് ഇന്ത്യയിലെ. ഇപ്പം കഴിഞ്ഞൊരു 3 മാസം 4 മാസം മുമ്പ് നിങ്ങൾ പേപ്പറൊക്കെ വെച്ചാൽ ജെയിൻ സ്ട്രീറ്റ് 5,000 കോടി രൂപ ഉണ്ടാക്കി, 6,000 കോടി രൂപ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ള പറയുന്നു. ഇവർക്ക് ഇവരുടേതായ അവരുടെ ഒരു IIT ടെക്നോളജീസിനെ അവർ ഹയർ ചെയ്തു. ഒരാൾക്ക് കൊടുക്കുന്ന ശമ്പളം 3.5 കോടി രൂപയാണ് ഒരു വർഷം. അവരാണ് ഈ സിസ്റ്റം റിഗ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ടാക്കുന്നത്. സോ അവർക്ക് അവരുടെ ടെക്നിക്സ്, ഇപ്പം എനിക്ക് ഒരു 3.5 കോടി രൂപ ശമ്പളം കൊടുത്ത് അവരുടെ ഹയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അയാളുടെ ബുദ്ധി, അയാളുടെ സിസ്റ്റം, അയാളുടെ ടെക്നോളജി എല്ലാം വേറെയാണ്, നമ്മുടേത് വേറെയാണ്. സോ വാട്ട് യു ഹാവ് ഇൻ യുവർ ഹാൻഡ്, പ്ലേ വിത്ത് ദാറ്റ്. സോ FISന് നമുക്ക് നോക്കാം, ഓരോ വർഷം അവർക്ക് അപ്രോച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത സമയത്തുള്ള പ്രോസസ്സുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കൊക്കെ അവർക്ക് പുറത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ടെക്നിക്സ് ആണ്, ഇന്ത്യൻ മെയ്ഡ് അല്ല. ഇപ്പോഴും അങ്ങനെയാണെന്ന് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും അങ്ങനെയാണെന്ന് എൻ്റെ ഒരു വിചാരമുണ്ട്. നമ്മൾ മാർക്കറ്റിൽ ലോസസ് ഉണ്ടാവും, ചിലപ്പോൾ വിൻ ചെയ്യും. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ കൂടിയല്ലേ ബാധിക്കുന്നത്? സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ റിയൽ ലൈഫിൽ എത്രയോ കേസസ് ഞാൻ കേട്ടിട്ടുണ്ട്, സൂയിസൈഡ് ചെയ്ത കേസസ് ഒക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡിങ്ങിന്റെ പുറത്തൊരു ജീവൻ നഷ്ടപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, അത് അവരുടേതായ ഒരു അപ്രോച്ചിൻ്റെ കുഴപ്പമാണ്. ഞാൻ അത് തെറ്റ് പറയുന്നതല്ല. ചിലപ്പോൾ അവരെ ആരെങ്കിലും ലൂർ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അറിയുന്ന ആൾക്കാരൊക്കെ ബാംഗ്ലൂരൊക്കെ ഏതോ IT ടെക്നോളജിസ്റ്റ് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിലല്ല എന്തോ ഇഷ്യൂലിൽ ലോസ് ആയി ആത്മഹത്യ എന്ന് പറഞ്ഞു. ആത്മഹത്യ ഒന്നും പരിഹാരമല്ല. അപ്പം അങ്ങനെയാണ് എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് പറയുന്ന ഡയലോഗാണ്, അപ്പം നിങ്ങൾ മരിച്ച് ഞാനൊരു ബാഡ് ഫേസിൽ കൂടെ കടന്നു വെച്ചാൽ എൻ്റെ വൈഫ് പറഞ്ഞു, ഞാൻ അങ്ങനെ ആത്മഹത്യ ശ്രമിച്ചെങ്കിൽ എൻ്റെ സ്ഥലത്ത് 3 തെങ്ങ് ഇപ്പം പൊങ്ങി നിന്നത് സത്യം. അപ്പം അങ്ങനെ നമ്മുടെ ഇവിടെ ഹിന്ദിക്കാർ എൻ്റെ ഡെസ്കിൽ എൻ്റെ ഒരു അപൂർവ മേത്താന്നൊരു എനിക്കൊരു മാനേജർ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഫിലിപ്പ് ക്യാപിറ്റൽ വർക്ക് ചെയ്യുന്ന സമയത്ത്.
സോ അത് സിംഗപ്പൂർ ബേസ്ഡ് ഓഫ് ഹെഡ്ജ് ഫണ്ടാണ്. സോ പുള്ളിക്കാരൻ പറഞ്ഞ വാക്കാണ്, എവിടെയാണോ കളഞ്ഞത് നിങ്ങൾ അവിടെയല്ലേ തപ്പേണ്ടത്. ജോ ഹോനാദ ഉദർസെ ഹോനാഹി പടയുന്നത് ഹിന്ദിയിൽ പറയുന്ന വാക്കാണ്. സോ അതേപോലെ കളഞ്ഞ സ്ഥലത്ത് തപ്പണം. അല്ല നിങ്ങൾ ട്രേഡിങ്ങിൽ ലോസ് ആയെന്ന് പറഞ്ഞ് നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിനല്ലേ ഇത് നഷ്ടമുള്ളൂ. അപ്പം അതുകൊണ്ട് അവരുടെ അപ്രോച്ച് കറക്റ്റ് അല്ല. നിങ്ങൾക്ക് എത്ര ലൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തിങ്കിങ് ഇല്ലാതെ കൊണ്ട് പൈസ ഇടുമ്പോഴാണ് ഈ ഒരു അപ്രോച്ച് വരുന്നത്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യണം. നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം. ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൽ മാർക്കറ്റിനകത്ത് ചേഞ്ചസ് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും കൂടുതലായിട്ട് ചേഞ്ചസ് അല്ലെങ്കിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്തായിരുന്നു? കൊറോണയ്ക്ക് ശേഷം, പോസ്റ്റ് കൊറോണ. എന്നെ ട്രേഡർ എന്ന നിലയിൽ എൻ്റെ ഒരു വളർച്ച വന്നത് പോസ്റ്റ് കൊറോണയ്ക്ക് ശേഷമാണ്. പോസ്റ്റ് കൊറോണ അല്ല, ആ ഒരു 2019 തൊട്ടുള്ള കാലഘട്ടത്തിലാണ്. സോ ഈ ഓരോ വർഷം കഴിയും തോറും ട്രേഡിങ്ങിൻ്റെ മെത്തേഡ്സ് മാറുന്നു, അപ്രോച്ച് മാറുന്നു, സോഫ്റ്റ്വെയർസ് വരുന്നു മാർക്കറ്റിലേക്ക്. അതിനുള്ള ഇപ്പം നമ്മൾ ഈ പറയില്ലേ, നേരത്തെ 2 സിംഹങ്ങളെ കൂടെ കുട്ടി ഇടിച്ചാൽ മതിയായിരുന്നു. ഇപ്പം ബാക്കിലും ഫ്രണ്ടിലും എല്ലായിടത്തും കൂട്ടത്തോടെ വന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമ്മൾ അതിൽ പറയും പോലെ നമ്മൾ എപ്പോഴും നമ്മളൊരു സബ്ജക്റ്റിൽ നമ്മൾ മാസ്റ്റർ ആവണമെങ്കിൽ അത് നമ്മൾ എന്താണ് ക്ലിയർ ആയിട്ട് പറയും. ബ്രൂസ്ലി കിക്ക് എന്ന് പറയില്ലേ, ഒരു സ്ഥലത്ത് നമ്മൾ 1000 വട്ടം ഇടിച്ചു കഴിഞ്ഞാൽ അവനെയാണ് പേടിക്കേണ്ടത്. കാരണം അവനെ ഒറ്റ ഇടി നമ്മൾ ചത്തുപോകും. അപ്പം അതേപോലെ നമ്മൾ ഇതിനെ വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനും സ്റ്റിൽ ലേണിംഗ് ആണ്. ഞാൻ US പല ആൾക്കാരുടെ അടുത്ത് ഇപ്പോഴും സ്റ്റിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് മാർക്കറ്റിലെ വീണ്ടും അപ്രോച്ച് ചെയ്യുമ്പോൾ ഓരോ വർഷം കഴിയുന്നവർ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരാളുടെ പ്രായം മാറുമ്പോൾ അസുഖം വരുന്നതല്ല, ഇതിനും പല പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം അതിനെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ക്യാപിറ്റൽ മാനേജിങ്ങും പൊസിഷൻ ഒരു വേർഡ് ഉണ്ടല്ലോ, പൊസിഷൻ സൈസിങ് എന്നൊക്കെ പറയും. പൊസിഷൻ സൈസിങ്. അപ്പം ഇത് നമ്മൾ ഞാനിങ്ങനെ റെഫർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാണ്. നമ്മൾ എത്ര നോക്കിയാലും ഈ പൊസിഷൻ സൈസിങ്, ക്യാപിറ്റൽ മാനേജ്മെന്റ്, അതൊക്കെ എങ്ങനെയാണ് ട്രേഡിങ്ങിനകത്ത് വരുന്നത്? അത് എൻ്റെ മെത്തേഡ് ഞാൻ പറയാം. ആക്ച്വലി എനിക്കിപ്പോൾ 10 lakhs ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഞാൻ 3 lakhs മാത്രമേ ഞാൻ എൻ്റെ മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇറക്കാറുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫണ്ടിൻ്റെ 30%. അതിലൊരു 10% എനിക്ക് ലോസ് സംഭവിച്ചാലും സ്റ്റിൽ ഐ ഹാവ് എ ക്യാപിറ്റൽ. നമ്മൾ റിസ്ക് നമ്മൾ പൊസിഷൻ സൈസിങ് ചെയ്യാതിരുന്നാൽ നിങ്ങൾ ടോട്ടൽ 10 lakhs 10% എത്രയാണ്? 1 lakh ലോസ് വരും. നിങ്ങളിപ്പോൾ 10 ലക്ഷത്തിന് 30% ഉണ്ട്, 3 ലക്ഷം രൂപ. അതിന് 10% എത്ര ലോസാണ്? 30,000 രൂപ. അപ്പം നിങ്ങളെ ഈ ഒരു ഒറ്റ പൊസിഷൻ സൈസിങ് കാരണം നിങ്ങളെ ക്യാപിറ്റൽ എങ്ങനെ മാറി? മാനേജ്മെന്റ് മാറിയ. അതാണ് ഈ ക്യാപിറ്റൽ മാനേജ്മെന്റും പൊസിഷൻ സൈസിങ്ങും ആണ് നമ്മളെ സേഫ് ആണോ അല്ലെങ്കിൽ നമ്മളെ ഒരു ഡേഞ്ചറിലേക്ക് തള്ളി വിടണമെന്ന് തീരുമാനിക്കുന്നത്. കറക്റ്റ് ആണ്. 10 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ട്രേഡ് റോങ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ 50% ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആയി കഴിഞ്ഞു. ഈ 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഈ 30% എന്ന് പറഞ്ഞ ഒരു ഇത് കൊടുത്തതിന് ശേഷം അതിൽ നിങ്ങൾ 50% പോയി, 30 നിന്ന് 50, 3 ലക്ഷം രൂപയുടെ 50% പോയാൽ നിങ്ങൾ സ്റ്റിൽ എത്ര ടോട്ടൽ ക്യാപിറ്റൽ ഉണ്ട്? 8.5 lakhs ഉണ്ട്. ആ 8.5 lakhs ആണ് വരുന്നത്, 5 lakhs ആണ് വരുന്നത്. സോ എന്നെപ്പോലുള്ള ഒരു പ്രൊഫഷണൽ ട്രേഡറെ ഏറ്റവും കൂടുതൽ റിസ്ക് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നത്, സൈക്കോളജിയെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ പൊസിഷൻ സൈസിങ് ആണ്. ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരെ ഏൽപ്പിക്കുമ്പോൾ സേഫ് ആണ് എന്ന് ഒരു ചിന്ത ഇപ്പം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഫഷണൽ ട്രേഡേഴ്സിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അത് അവരുടെ വർക്ക് ചെയ്ത നേച്ചർ, അവരുടെ മാർക്കറ്റിലെ അപ്രോച്ച്. നിങ്ങൾ ആരെയും ബ്ലൈൻഡ് ആയിട്ട് ഉപയോഗിക്കില്ലേ. ഇപ്പം നിങ്ങൾ ഒരാളെ കുറിച്ച് നിങ്ങൾ സ്ഥലം മേടിക്കുന്നത് എന്ത് ചെയ്യും? ആ ചുറ്റുമുള്ള കാര്യങ്ങൾ അന്വേഷിക്കില്ലേ? അതേപോലെ ഒന്ന് ജസ്റ്റ് അന്വേഷിക്കുക. എനിക്ക് ഒരു 1000 കോൾ വരും. ഞാൻ നിങ്ങളടുത്ത് പലയിടത്തും പറയുന്നത്, നിങ്ങൾ ആദ്യം എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. അതിൽ നിങ്ങളൊരു വർഷം, ഒരു 6 മാസം അല്ലെങ്കിൽ 3-4 മാസം നിങ്ങളവിടെ കിടക്ക്. കണ്ടതിന് ശേഷം ഒരാൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം നോക്കുക. എന്നിട്ട് നിങ്ങൾ അയാളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അയാൾ വഴി നിങ്ങൾക്ക് പ്രൊഫഷണൽ ആവാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. ഞാൻ സെക്കൻഡറിയെ സജസ്റ്റ് ചെയ്യുള്ളൂ. അയാൾ വഴി നിങ്ങൾക്ക് പ്രൊഫഷണൽ ആവാൻ പറ്റുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യുക. അപ്പം ഈ പലപ്പോഴും അറിയാതെ പോകുന്ന ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട്, നല്ലപോലെ മണി മേക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും? അപ്പം ഞാനിപ്പോൾ അതിലൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ സ്റ്റുഡൻസ് ആയ ആൾക്കാർ, എനിക്കറിയുന്ന ആൾക്കാർ, പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, വലിയ പ്രോഫിറ്റ്. ഇപ്പോൾ 1 ലക്ഷം രൂപ ഉള്ള ഫണ്ടുള്ളവർ ഒരു വർഷം 1 ലക്ഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ 10 ലക്ഷം ഉള്ളവർ ഒരു വർഷം 10 ലക്ഷം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അവരുടെ സ്റ്റോറി, അവരുടെ അപ്രോച്ച്, കാരണം ഓരോ മനുഷ്യൻ്റെ അപ്രോച്ച് വ്യത്യാസമാണ്. അവരുടെ അപ്രോച്ച് എങ്ങനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാമെന്ന ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തയാണ്. അത് അറിയണം. കാരണം ഇപ്പം ഞാൻ ആ ഒരു പോഡ്കാസ്റ്റ് വഴി എന്നെ അറിഞ്ഞു. ഞാൻ പ്രൊഫഷണൽ ട്രേഡർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രോസിൽ വർക്ക് ചെയ്തുകൊണ്ടുള്ള എന്നെ അറിഞ്ഞു. അങ്ങനെ വർക്ക് ചെയ്യാതെ പ്രൊഫഷണൽ ട്രേഡിങ്ങിന് അപ്രോച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്കറിയുന്ന ഇഷ്ടംപോലെ ട്രേഡേഴ്സ് ഉണ്ട്. അവരെയൊക്കെ അറിയണം. അവർക്കും പൈസ ഉണ്ടാകും. ആൾക്കാരുടെ തെറ്റായ ധാരണ ഉണ്ട്.
ഇതൊരു ഗാംബ്ലിംഗ് ആണ്, ഇവിടെ ആർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, ഉണ്ടാക്കുന്ന ഒരു ഇഷ്ടമാണ്. ട്രേഡിംഗ് ലീഗൽ ഗാംബ്ലിംഗ് എന്നുള്ള ഒരു ടൈറ്റിൽ ടൈറ്റിൽ തന്നെയാണ്. അറിയുന്നത്, പക്ഷെ ലീഗൽ ഗാംബ്ലിംഗ് അല്ല. ദിസ് ഇസ് ലീഗൽ പ്രൊഫഷണലി മാനേജ്ഡ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ലീഗൽ ഗാംബ്ലിംഗ് എന്ന വാക്ക് ഞാൻ പറയും, അത് ഇറ്റ്സ് ആൻ അബ്സർഡ്. സോ അങ്ങനെയുള്ളവരൊക്കെ വേണ്ടിയിട്ട് ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ആലോചനയിലാണ്, പണിപ്പുഴയിലാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും ചേട്ടാ അതിനകത്ത്. താങ്ക് യു. ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റട്ടെ. ഓരോരുത്തരുടെ അപ്രോച്ച്, ഇപ്പോൾ ചേട്ടനിരുന്ന് ചേട്ടൻ്റെ അപ്രോച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ ടെക്നിക്സ് എങ്ങനെയാണ്, ടിപ്സ് എന്താ, നമുക്കൊരു ഇത് കിട്ടി. അതേപോലെ ഇനി വരുന്ന പോഡ്കാസ്റ്റ് സീരീസിൽ നിന്ന് അതിലും കൂടുതൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാർക്കും ട്രേഡിംഗ് ഒക്കെ കുറച്ച് പഠിക്കാമല്ലോ അല്ലേ. നല്ലതാണ് കാര്യങ്ങളെക്കുറിച്ച്. എല്ലാം കഴിഞ്ഞു. അപ്പം ഇനി പുതിയ ജനറേഷനിൽ ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്, കുറേ പേര് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്പ് എന്താ? നിങ്ങൾ ആദ്യം ഒരു പ്ലാനോടുകൂടി വരിക. നിങ്ങൾ ഗ്രോത്ത് സിസ്റ്റം ക്ലിയർ ആക്കുക. ഒരു എങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു അപ്രോച്ചിനെ ക്ലിയർ ആക്കുക. ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആകുമ്പോൾ നിങ്ങൾ 50% ഇഷ്യൂ ക്ലിയർ ആകും. പിന്നെ സൈക്കോളജിയെ ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. ഇതെല്ലാത്തിൻ്റെയും ബൈ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ദാറ്റ്സ് ഇൻസെൻറ്റീവ്. സോ അത് പ്രോഫിറ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും മാർക്കറ്റ് വരരുത്. അപ്രോച്ച് ക്ലിയർ ആക്കാൻ വേണ്ടി വരിക. ദെൻ യു വിൽ മേക്ക് പ്രോഫിറ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് നോളജ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് പോകാൻ പറ്റട്ടെ, കാരണം ഒരുപാട് ഉപകാരമുള്ള കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. താങ്ക് യു ചേട്ടാ.